Once again, welcome back to KC's Classes. KC's Classes-ന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി ബികോം ഫസ്റ്റ് സെമസ്റ്റർ എക്സാംസ് ഈ മാസം 27-ാം തീയതി ആരംഭിക്കാൻ പോവാണ്. സോ നമ്മൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ സീരീസ് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാണ്. സോ നിങ്ങളുടെ ആദ്യത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പറാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. ഈ ഒരു സബ്ജക്റ്റിന്റെ എൻറ്റയർ ഡീറ്റെയിൽസിലോട്ടാണ് നമ്മൾ ഇന്ന് കിടക്കുന്നത്. ഏതൊക്കെയാണ് SI ചാപ്റ്റേഴ്സ്, എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കണം, ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കുന്ന കുട്ടികളൊന്ന് പാസ് ആകണമെങ്കിൽ മിനിമം ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ നമുക്ക് 1 by 1 ആയിട്ട് കാണാം. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി ബികോം BBA എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസും അസൈൻമെന്റ് സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. എക്സാം ഓറിയന്റഡ് ആയിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഈസി ആയിട്ട് ഫിനിഷ് ചെയ്യാൻ സാധിക്കും. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് സബ്ജക്റ്റ് ആണ് നിങ്ങളുടെ ആദ്യത്തെ പേപ്പർ വരുന്നത്. സോ ഇതാണ് ഇതിൻ്റെ കണ്ടൻസ്. നിങ്ങൾക്ക് അറിയുന്നതാണ്. നമുക്ക് 6 ബ്ലോക്കുകളായിട്ട് കാണാൻ സാധിക്കും. സോ ഫസ്റ്റ് ബ്ലോക്ക് ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ്. അതിൽ അക്കൗണ്ടിങ്ങിൻ്റെ ഇൻട്രൊഡക്ഷൻ ഉണ്ട്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, പ്രോസസ്സ്. സെക്കൻഡ് ബ്ലോക്ക് ഡിപ്രീസിയേഷൻ ആണ്. തേർഡ് ബ്ലോക്ക് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ഫോർത്ത് ബ്ലോക്ക് ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് സോൾ ട്രേഡ്. ദെൻ പാർട്ണർഷിപ്പ്, റീകൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ്. ഇങ്ങനെ 6 ബ്ലോക്കുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. സോ ആദ്യം തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികൾ ചോദിക്കുന്ന ഒരു ചോദ്യത്തിനുള്ള മറുപടി, ഇതിലെ ചങ്ക് മൊഡ്യൂൾസ് ഏതൊക്കെയാണ്, ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്, ഏറ്റവും കൂടുതൽ മാർക്സ് വരുന്നത് SI മൊഡ്യൂൾസ് അങ്ങനെയുള്ളത് ഏതൊക്കെയാണ്. ഇൻട്രൊഡക്ഷൻ മൊഡ്യൂള് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൊഡ്യൂളാണ്. അതുപോലെ തന്നെ ഫോർത്ത് ബ്ലോക്ക് ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് സോൾ ട്രേഡർ, സോൾ പ്രൊപ്രൈറ്റർ. ഇത് രണ്ടും അടിച്ചാൽ തന്നെ നിങ്ങൾക്ക് നല്ല മാർക്സ് സ്കോർ ചെയ്യാൻ സാധിക്കും. ഇൻട്രൊഡക്ഷൻ മൊഡ്യൂളും അതുപോലെ തന്നെ ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് സോൾ ട്രേഡർ. കാരണം SI കിട്ടും, അതുപോലെ തന്നെ 1 മാർക്സ് ചോദ്യങ്ങൾ, 2 മാർക്സ് ചോദ്യങ്ങൾ, 5 മാർക്കിൻ്റെ, അങ്ങനെ 4 പാർട്ടിലും റിപ്പീറ്റ് ആയിട്ട് ചോദ്യങ്ങൾ വരുന്നതാണ് ബ്ലോക്ക് 1ഉം ബ്ലോക്ക് 4ഉം ഏറ്റവും ഈസിയസ്റ്റ്. പിന്നെ കുറച്ചും കൂടി മാർക്സ് കൂടുതൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യണമെങ്കിൽ പാർട്ണർഷിപ്പ് അക്കൗണ്ട്സിൻ്റെ ഇൻട്രൊഡക്ഷൻ ബ്ലോക്ക് നമ്പർ 5ലോട്ട് കൂടി പോയി കഴിഞ്ഞാൽ 60-65% അബവ് ഈസി ആയിട്ട് കിട്ടും. പിന്നെ ബാക്കിയുള്ളത് ആ ഓർഡറിൽ പഠിക്കുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ അടുത്ത് സജസ്റ്റ് ചെയ്യാനുള്ളത്, പഠിക്കേണ്ട ഓർഡർ ബ്ലോക്ക് നമ്പർ 1 പഠിച്ചതിന് ശേഷം നിങ്ങൾ ബ്ലോക്ക് നമ്പർ 4 പഠിക്കുക. അതിനുശേഷം ബ്ലോക്ക് നമ്പർ 2, ദെൻ ബ്ലോക്ക് നമ്പർ 5, ദെൻ ബ്ലോക്ക് നമ്പർ 6, അവസാനം ടൈമിൻ്റെ ബേസിൽ ബ്ലോക്ക് നമ്പർ 3ലോട്ട് പോയാൽ മതി. ഇപ്പോൾ ബ്ലോക്ക് നമ്പർ 3 പഠിച്ച് കഴിഞ്ഞില്ലെങ്കിലും അവിടെ നോ പ്രോബ്ലം, കാരണം നമുക്ക് ഓപ്ഷൻസ് ഉണ്ടെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് ഡീറ്റെയിൽസിലോട്ട് പോണേക്കാൾ മുമ്പ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ ഒന്ന് ആദ്യം പറയാണ്. എല്ലാവർക്കും അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു, അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയാണ്. നമുക്ക് 70 മാർക്കിൻ്റെ എക്സാമാണ് വരുന്നത്. 70 മാർക്സ്. 30 മാർക്സ് നിങ്ങൾക്ക് ഇൻറ്റേർണൽ ആണ്, അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്ത് അതിൻ്റെ ബേസിലാണ്. അങ്ങനെ ടോട്ടൽ 100 മാർക്സ്. അപ്പോൾ ഇൻറ്റേർണലും എക്സ്റ്റേണലും കൂടി നിങ്ങൾക്ക് ജയിക്കാൻ വേണ്ടത് 35 മാർക്കാണ്. സോ ഇൻറ്റേർണൽ 30 മാർക്കിൽ മിനിമം പാസ് പെർസെൻറ്റേജ് എന്ന് പറയാനില്ല. എക്സ്റ്റേണൽ 70 മാർക്സിൻ്റെ എക്സാമാണ് നിങ്ങൾ എഴുതാൻ പോകുന്നത്. അതിൽ നിങ്ങൾക്ക് ജയിക്കാൻ മിനിമം 30%, 70 മാർക്സിൻ്റെ 30% വേണം. എന്ന് പറഞ്ഞാൽ 21 മാർക്ക് നിങ്ങൾക്ക് മിനിമം വേണം ഈ 70 മാർക്കിൻ്റെ എക്സാമിൽ. ബാലൻസ് നിങ്ങൾക്ക് അസൈൻമെൻറ്റിൽ നിന്ന്, ഇൻറ്റേർണൽ മാർക്സിൽ നിന്ന് കിട്ടിയാൽ മതി. രണ്ടും കൂടിയിട്ട് 35. അപ്പോൾ ഈ 70-ൽ 21 മേടിക്കാൻ ഒരു പാടുമില്ല. അപ്പോൾ ഇതിൻ്റെ പാറ്റേൺ എന്ന് പറയണത്, ഫസ്റ്റ് പാർട്ട് A എന്ന് പറയുമ്പോൾ 10 ചോദ്യങ്ങളാണ് വരുന്നത്. 10 ചോദ്യങ്ങൾ 1 മാർക്കിൻ്റെ. അതിൽ 8 എണ്ണത്തിന് നമ്മൾ ആൻസർ ചെയ്യണം. 8 മാർക്ക്, 8 into 1 8. 10 എണ്ണം തരും, അതിൽ 8 എണ്ണത്തിന് ആൻസർ കൊടുക്കുക. 8 into 1 8. പാർട്ട് 2 എന്ന് പറയുമ്പോൾ അവിടെ 8 ചോദ്യങ്ങൾ നൽകുന്നു, അതിൽ 6 എണ്ണത്തിന് ആൻസർ കൊടുക്കുക. ഒരു ചോദ്യത്തിന് 2 മാർക്ക്, അങ്ങനെ 12 മാർക്ക്. അപ്പോൾ ഈ പാർട്ട് Aയും പാർട്ട് Bയും 1 മാർക്ക് 2 മാർക്സിൻ്റെ ചോദ്യങ്ങൾ ഏകദേശം സിമിലർ ടൈപ്പ് ചോദ്യങ്ങളാണ് വരിക. അപ്പോൾ രണ്ടും കൂടിയിട്ട് നമുക്ക് 20 മാർക്ക് അവിടെ നിന്ന് കിട്ടും. മൊത്തം അവിടെ മിക്കതും 1 മാർക്ക് എന്നൊക്കെ പറയുമ്പോൾ ഒരു സെൻറ്റൻസ് കൊടുത്താൽ ആൻസർ കിട്ടി. തിയറി ചോദ്യങ്ങളാണ് ഈ പറയുന്ന 2 പാർട്ടിലും കൂടുതൽ വരാൻ സാധ്യത വരാറ്. ഇനി പാർട്ട് സിയിലോട്ട് പോകുന്ന സമയത്ത് അവിടെ 5 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്.
അതിൽ 8 ചോദ്യങ്ങൾ വരുന്നു. 6 എണ്ണത്തിന് ആൻസർ കൊടുക്കുക. 5 × 6 30 മാർക്സ് ആണ് പാർട്ട് സിയിൽ വരുന്നത്. അപ്പോൾ 8 ചോദ്യങ്ങളിൽ സാധാരണ 3 പ്രോബ്ലംസും 5 തിയറി ചോദ്യങ്ങളാണ് കണ്ടുവരാറ്. അപ്പോൾ അങ്ങനെ നമുക്ക് പാർട്ട് സി വരുന്നു. പാർട്ട് ഡി എസ് എ പാർട്ടിലോട്ട് പോകുന്ന സമയത്ത് 4 ചോദ്യങ്ങൾ വരുന്നു. യൂഷ്വലി 2 തിയറി ചോദ്യങ്ങളും 2 പ്രോബ്ലംസ് ആണ് കണ്ടുവരാറ്. പ്രോബ്ലം തന്നെ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക, ഫുൾ മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും. അതിലിപ്പോൾ 10 × 2 20 മാർക്ക്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പാറ്റേൺ. ഓക്കെ, പാറ്റേൺ പിടികിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞു മാത്രം. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് വിചാരിച്ചാൽ പറ്റും 21 മാർക്ക് മേടിക്കാൻ വല്ല പ്രശ്നമുണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാർട്ട് എ എന്നൊക്കെ പറയണ 1 മാർക്കാണ്, പാർട്ട് ബി 2 മാർക്സ്. ആദ്യത്തെ പാർട്ട് എയും പാർട്ട് ബിയും പിന്നെ എസ് എയും കൂടി ഫോക്കസ് ചെയ്താൽ തന്നെ നിങ്ങൾ പുഷ്പം പോലെ പാസ്സാകുന്നുള്ളതാണ്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളോട്ടൊന്ന് ഫോക്കസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്കിനി 1 by 1 ആയിട്ട് കിടക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ അടുത്ത് മൊഡ്യൂൾ നമ്പർ 1ഉം 4ഉം ആണ് അതിൽ ചങ്ക്, പിന്നെ മൊഡ്യൂൾ നമ്പർ 5ഉം. അതിലാദ്യം തന്നെ നമുക്ക് അക്കൗണ്ടിങ് ഡെഫിനേഷൻ മീനിങ് കാണാം. 1 മാർക്കിൻ്റെ ചോദ്യമായിട്ടോ 2 മാർക്കിൻ്റെ ചോദ്യമായിട്ടോ നമുക്ക് പ്രതീക്ഷിക്കാം, നിർബന്ധമായും പഠിക്കുക. അതിനുശേഷം പ്രോസസ് ഓഫ് അക്കൗണ്ടിങ് ആണ് വരുന്നത്. ബേസ് എന്താണെന്നൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പഠിക്കാം. നെക്സ്റ്റ് നമുക്ക് ഇവിടെ കാണാം സ്കോപ്പ് ഓഫ് അക്കൗണ്ടിങ് 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ പ്രതീക്ഷിക്കാം. ആ രീതിയിലൊക്കെ ഒന്ന് പഠിച്ചാൽ മതി. മൂവിങ് ടു നെക്സ്റ്റ് ടോപ്പിക്, അഡ്വാൻറ്റേജസ് ഓഫ് അക്കൗണ്ടിങ്, ലിമിറ്റേഷൻസ് ഓഫ് അക്കൗണ്ടിങ്. ഇതിലേതെങ്കിലും ഒരെണ്ണം നമ്മൾ 5 മാർക്കിൻ്റെ ചോദ്യത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. 5 മാർക്കിൻ്റെ ചോദ്യത്തിൽ അഡ്വാൻറ്റേജസോ അല്ലെങ്കിൽ ലിമിറ്റേഷൻസോ അല്ലെങ്കിൽ 2 മാർക്കിൻ്റെ ആയിട്ടും പ്രതീക്ഷിക്കാം. അപ്പം നിർബന്ധമായും പോയിന്റുകൾ പഠിച്ചു വയ്ക്കുക, പ്രസൻറ്റ് ചെയ്യുക, ഫുൾ മാർക്ക് കിട്ടും. വെറുതെ പോയിന്റ് ഔട്ട് ചെയ്യൽ മാത്രമല്ല, 5 മാർക്ക് ആകുമ്പോൾ അത്യാവശ്യം എക്സ്പ്ലനേഷൻ കൂടി കൊടുക്കണം. അഡ്വാൻറ്റേജസ് ഓഫ് അക്കൗണ്ടിങ്, അതുപോലെ തന്നെ അതിൻ്റെ ലിമിറ്റേഷൻസ്. നെക്സ്റ്റ് യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ആണ് അടുത്തത് വരുന്നത്. 2 മാർക്കിൻ്റെയോ അല്ലെങ്കിൽ 1 മാർക്കിൻ്റെ ചോദ്യമായിട്ട് മാത്രം പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ, യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. ജസ്റ്റ് ഒന്ന് നോക്കിപ്പോയാൽ മതി. മൂവിങ് ടു നെക്സ്റ്റ് ടോപ്പിക്, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്, ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ എന്താണ്? 1 മാർക്കോ 2 മാർക്കോ ചോദ്യമായിട്ട് അത് മാത്രമായിട്ട് ചോദിക്കാം. അതിനുശേഷം നമുക്ക് ഈ പറയുന്ന അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഉണ്ട്, അക്കൗണ്ടിങ് അസംപ്ഷൻസ്, അതേപോലെ കൺസെപ്റ്റ്സ്, കൺവെൻഷൻസ്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, ഇതൊക്കെയാണ്. ഇതെല്ലാം കൂടിയിട്ടാണ് നമ്മൾ അതിനെ ഗ്യാപ്പ് എന്ന് പറയാം, ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. ഇതിൽ നമുക്ക് ഒരുപാട് കൺസെപ്റ്റുകൾ, പ്രിൻസിപ്പിൾസ് ഒക്കെ കാണാൻ സാധിക്കും. 2 സാധ്യതകളാണ് വരുന്നത്. ഒന്നുകിൽ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്, ഈ അസംഷൻസും കാര്യങ്ങളൊക്കെ എസ് ആയിട്ട് ഒരു ചോദ്യം 10 മാർക്കിൻ്റെ, അതല്ല എങ്കിൽ ഇതിലേതെങ്കിലും ഒരു കൺസെപ്റ്റ് മാത്രം എടുത്തിട്ട് 2 മാർക്കിൻ്റെ ചോദ്യമായിട്ടും വരാം. ഇതിലേതെങ്കിലും ഒരു ചാൻസ് ആണ് നമ്മൾ കണ്ടുവരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാമിന് ഈ പറയുന്ന കൺസെപ്റ്റിലെ ഒരു കൺസെപ്റ്റ് 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ വന്നു, അത്രയേ വന്നുള്ളൂ, എസ് എ ഒന്നില്ല. അപ്പോൾ 2 സാധ്യതകളാണ്. ഒന്നുകിൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയപ്പോൾ അക്കൗണ്ടിങ്ങിൻ്റെ ഈ പ്രിൻസിപ്പിൾസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എസ് എ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഫസ്റ്റ് 1 ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്, ദെൻ നമ്പർ 2 മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ്, ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്, അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റ്, ഈ ഓരോ കൺസെപ്റ്റുകൾ, ഡ്യുവൽ ആസ്പെക്റ്റ്, റവന്യൂ റിയലൈസേഷൻ, മാച്ചിങ്, കണ്ടോ, ഇത് ഓരോന്നും നമ്മൾ എന്ത് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ അതൊരു എസ് എക്കുള്ള ഒരു ചോദ്യമാണ്. ഇതാണ് ആദ്യത്തെ സാധ്യത. രണ്ടാമത് ഞാൻ പറഞ്ഞു, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് 2 മാർക്കിനില്ലേ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എക്സ്പ്ലെയിൻ ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്, അല്ലെങ്കിൽ ഗോയിങ് കൺസേൺ, അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റ്, അങ്ങനെ ഒരു കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് 2 മാർക്കിൻ്റെ ചോദ്യം. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു സാധ്യതയാണ് നമ്മൾ ഇതിൽ നിന്ന് കാണുന്നത്. സോ ദാറ്റ്സ് അബൌട്ട് യൂണിറ്റ് നമ്പർ 1. അപ്പോൾ യൂണിറ്റ് നമ്പർ 1ൽ നമ്മൾ എന്താ പ്രതീക്ഷിക്കുന്നത്? അക്കൗണ്ടിങ് എന്താണ്, ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ എന്താണ്, ദെൻ ഈ കൺസെപ്റ്റിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് 2 മാർക്കിൻ്റെയോ അതല്ലെങ്കിൽ എസ് എക്ക് പ്രതീക്ഷിക്കാം. പിന്നെ അക്കൗണ്ടിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. അപ്പോൾ അത് 5 മാർക്കിൻ്റെ ചോദ്യത്തിൽ ഏതെങ്കിലും ഒരെണ്ണം പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് ടോപ്പിക് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ്. അപ്പോൾ ആദ്യം തന്നെ എന്താണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്? 2 മാർക്കിൻ്റെ ചോദ്യം അല്ലെങ്കിൽ 1 മാർക്കിൻ്റെ ചോദ്യത്തിലോ പ്രതീക്ഷിക്കാം, എന്താണെന്ന് നോക്കാം. അതിനുശേഷം നമ്മൾ പ്രതീക്ഷിക്കുന്നത് 2 മാർക്കിൻ്റെയിലേക്കോ 2 മാർക്കോ അല്ലെങ്കിൽ 5 മാർക്കിൻ്റെല്ലോ. ഇപ്പോൾ ലിമിറ്റേഷൻസ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, അഡ്വാൻറ്റേജസ് ഉണ്ട്. അപ്പോൾ ഇതിലേതെങ്കിലും ഒരെണ്ണം പഠിക്കണം. 2 മാർക്സ് ആയിട്ടോ അതല്ലെങ്കിൽ നമ്മൾ
2 മാർക്സോ 5 മാർക്സിൻ്റെയിലോ പ്രതീക്ഷിക്കുന്നുണ്ട്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്താണ്, ഒബ്ജക്റ്റീവ്സ് ചിലപ്പോൾ ഒരു മാർക്കിൻ്റെ ചോദിക്കാം. അതല്ലെങ്കിൽ കൂടുതൽ പ്രതീക്ഷിക്കുന്നത് അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ്, പിന്നെ ലിമിറ്റേഷൻസ്. അപ്പോൾ ലിമിറ്റേഷൻസോ അതുപോലെ തന്നെ അഡ്വാൻറ്റേജസോ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം 5 മാർക്സിൻ്റെയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ലിമിറ്റേഷൻസ് ആണെന്ന് തോന്നുന്നത് 5 മാർക്കിൻ്റെയിൽ വന്നത്. അപ്പോൾ മേ ബി ഇപ്രാവശ്യം അഡ്വാൻറ്റേജസ് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് അബൌട്ട് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൽ നിന്ന് പ്രതീക്ഷിക്കുക. പിന്നെ ഇതിൽ ഓരോ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിനെ പറ്റിയിട്ട് ഉള്ള എക്സ്പ്ലനേഷൻ ആണ്. അത് നമ്മൾ അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല, എന്നാലും അത് എഴുതി വയ്ക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. അപ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൻ്റെ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് നോക്കുക. എന്താണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് നോക്കുക, ദാറ്റ്സ് ഓൾ. ഓക്കെ, ഒബ്ജക്റ്റീവ്സ് നോക്കി വയ്ക്കുക. മൂവിങ് ടു നെക്സ്റ്റ് ടോപ്പിക്, അക്കൗണ്ടിങ് പ്രോസസ്സാണ്. സോ അക്കൗണ്ടിങ് പ്രോസസ്സിൽ നമുക്ക് ബേസിക് കാര്യങ്ങളാണ് കണ്ടുവരാറ്. 2 രീതിയിൽ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഒരെണ്ണം ജേണൽ എൻട്രി എഴുതാൻ വേണ്ടിയിട്ടുള്ളൊരു ചോദ്യം, 10 മാർക്കിൻ്റെ എസ്സേക്ക് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചു, വീണ്ടും പ്രതീക്ഷിക്കാം. പിന്നെ ഇതിൽ നിന്ന് ബേസിക് ആയുള്ള ടേമുകൾ ചോദിക്കാം. ഓക്കെ, ഈ 2 സാധ്യതകളാണ്. പിന്നെ 1 മാർക്കിനൊക്കെ ഏതെങ്കിലും ചോദ്യങ്ങൾ സിമ്പിളായിട്ടുള്ള ടീമുകൾ ചോദിച്ചിട്ടുള്ള 2 മാർക്കിന്, അങ്ങനത്തെ ഓരോരോ കാര്യങ്ങളാണ് ഇതിൽ നിന്ന് കണ്ടുവരാറ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് എന്താണെന്നുള്ളത് കാണാം. അത് നോക്കി വെച്ചോളൂ കേട്ടോ. എന്താണ് ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് ചോദിക്കാറുണ്ട്. പിന്നെ ടീമുകളാണ് നമുക്ക് ഒരുപാട്, ഡെറ്റർ ക്രെഡിറ്റർ ഒക്കെ നോക്കി വയ്ക്കാം. റൂൾസ് ഓഫ് അക്കൗണ്ടിങ് ഉണ്ട്, പേഴ്സണൽ അക്കൗണ്ട്, റിയൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്. പിന്നെ ഈ ടീമുകളിൽ ഏതെങ്കിലും ഒരെണ്ണം പ്രതീക്ഷിക്കുന്നത്, ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നതാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്താണ്, നിർബന്ധമായും പഠിക്കുക. റവന്യൂ എക്സ്പെൻഡിച്ചർ എന്താണ്, പിന്നെ നെക്സ്റ്റ് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്താണ്. ഇതൊക്കെ റിപ്പീറ്റായിട്ട് 1 മാർക്കിൻ്റെ ചോദിക്കാറുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. ഡ്രോയിങ്സ് എന്താണ്, 1 മാർക്ക് ചോദ്യം. പിന്നെ ഞാൻ പറഞ്ഞു ജേണലൈസ് ചെയ്യാൻ വേണ്ടിയുള്ള ചോദ്യം, പ്രോബ്ലം. അത് 2 സാധ്യതകളാണ് വരുന്നത്. ഒന്നെങ്കിൽ അത് 5 മാർക്കിൻ്റെ ഒരു ചോദ്യം ജേണലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ജേണൽ എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചോദ്യം. അതല്ല എങ്കിൽ എസ്സേക്ക്. കണ്ടോ, ഇങ്ങനത്തെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ, 4-5 ഡീറ്റെയിൽസ് എന്നിട്ട് ജേണലൈസ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ക്വസ്റ്റ്യൻ. ഡ്രോയിങ്സ് എന്താണെന്ന് എന്തായാലും നോക്കി വയ്ക്കുക. ജേണലൈസിങ്ങിൻ്റെ ഒരു പ്രോബ്ലമാണ്. എസ്സേക്കും ചോദിക്കാം, 5 മാർക്കിൻ്റെയും ചോദിക്കാം. നിർബന്ധമായും പഠിക്കുക, ഈസിയാണ്. ജേണലൈസിങ് ആണ് ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒന്ന് കേട്ടോ. ഇപ്പോൾ ജേണലൈസിങ് ആണ് ഇതിലുള്ള പ്രോബ്ലം. ദാറ്റ്സ് ഓൾ. ഈ ഒരു ചാപ്റ്ററിൽ അതാണ്. പിന്നെ ക്യാഷ് ബുക്കിൻ്റെ പ്രിപ്പറേഷൻ ഉണ്ട്, മറ്റൊരു ചോദ്യം 5 മാർക്കിൻ്റെ സ്കോപ്പ് ഉള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സിമ്പിൾ ക്യാഷ് ബുക്കോ ഡബിൾ കോളം ക്യാഷ് ബുക്കോ. കോൺട്രാ എൻട്രീസ് എന്താണ്, 1 മാർക്കോ 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ നിർബന്ധമായും പ്രതീക്ഷിക്കാം. ഡബിൾ കോളം ക്യാഷ് ബുക്കിൻ്റെ ഒരു പ്രിപ്പറേഷൻ 5 മാർക്കിൻ്റെ വേണമെങ്കിൽ ഇടാം. അപ്പോൾ അത് നോക്കി വെച്ചോളൂ. കൂടുതൽ ജേണലൈസ് ചെയ്യാനോ അല്ലെങ്കിൽ ക്യാഷ് ബുക്കിൻ്റെ പ്രിപ്പറേഷനോ ഇതിലേതെങ്കിലും ഒരെണ്ണമാണ് ഞാൻ കൂടുതൽ പ്രതീക്ഷിക്കുന്നത് കേട്ടോ. ദാറ്റ്സ് അബൌട്ട്. ദെൻ 1 മാർക്കിൻ്റെ ചോദ്യം, ക്ലാസിഫിക്കേഷൻ ഓഫ് അക്കൗണ്ടിങ് എറേഴ്സ്. അതിൽ എറർ ഓഫ് കമ്മീഷനോ ഇതിലേതെങ്കിലും ഒരെണ്ണം 1 മാർക്കിൻ്റെ ചോദ്യത്തിൽ പ്രതീക്ഷിക്കാം. എറർ ഓഫ് കമ്മീഷൻ, എറർ ഓഫ് ഒമീഷൻ, കോമ്പൻസേറ്റിംഗ് എറേഴ്സ്, ഇതൊക്കെ എന്താണെന്നുള്ളത് ജസ്റ്റ് നോക്കി വയ്ക്കുക. എറർ ഓഫ് പ്രിൻസിപ്പിൾ 1 മാർക്കിൻ്റെ പ്രതീക്ഷിക്കുന്നുണ്ട് ഏതെങ്കിലും ഒരെണ്ണം. ദാറ്റ്സ് അബൌട്ട് നമ്മുടെ ബ്ലോക്ക് നമ്പർ 1. ബ്ലോക്ക് നമ്പർ 1-ലത്തെ 3 യൂണിറ്റുകളാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൽ നിന്ന് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എസ്സേക്ക് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത് ഈ ബ്ലോക്ക് നമ്പർ 1-ൽ നിന്ന് ജേണലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ചോദ്യമാണ്. ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. 10 മാർക്ക്, 5 മാർക്കിൻ്റെയും ഒരെണ്ണം ജേണലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ടേമുകളിൽ ഏതെങ്കിലും ഒരെണ്ണം ഞാൻ പറഞ്ഞു, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, റവന്യൂ എക്സ്പെൻഡിച്ചർ, ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ, ഡ്രോയിങ്സ്, ഇങ്ങനെയുള്ള ടേമുകളിൽ ഏതെങ്കിലും ഒരെണ്ണം. പിന്നെ ഫസ്റ്റ് യൂണിറ്റിൽ നിന്ന് ബേസിക്സ്, തിയറി, അക്കൗണ്ടിങ്ങിനെ പറ്റിയിട്ടുള്ള അതിൻ്റെ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നോക്കുക. പിന്നെ അക്കൗണ്ടിങ് കൺസെപ്റ്റുകൾ നോക്കുക. ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് പറഞ്ഞു. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്താണ്, അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസിൽ ഏതെങ്കിലും ഒരെണ്ണം തിയറി ആയിട്ട്. അപ്പോൾ ബ്ലോക്ക് നമ്പർ 1-ൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും സ്കിപ്പ് ചെയ്യരുത്, മസ്റ്റാണ്. ഒക്കെ വരും, കാരണം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കൂടുതലുള്ളത് കൊണ്ട് തന്നെ ഇതിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ സ്കിപ്പ് ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യണമെങ്കിൽ ഉള്ളൊരു ചാപ്റ്റർ എന്ന് പറയുന്നത് ബിൽസ് റിസീവബിളിൻ്റെ ഒരു ചാപ്റ്റർ ഉണ്ട്. അത് സ്കിപ്പ് ചെയ്താലും ഓപ്ഷൻസ് ഉണ്ട്. ഇത് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കി പോവുക, ഒന്നും സ്കിപ്പ് ചെയ്യാതിരിക്കുക. മൂവിങ് ടു ബ്ലോക്ക് നമ്പർ 2, ഡിപ്രീസിയേഷൻ അക്കൗണ്ട്സ് ആണ്. സോ ഇതിൽ നിന്ന് നമ്മൾ 1 മാർക്ക് 2 മാർക്സ് 5 ഈ 3 കാറ്റഗറിയിലാണ് കൂടുതൽ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എസ്സേക്കൊന്നും കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടില്ല. കൂടുതൽ ഇതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അതിലാദ്യം ഡിപ്രീസിയേഷൻ എന്താണ് നിർബന്ധമായി നോക്കുക. അതിനുശേഷം ഡിപ്രീസിയേഷൻ എന്താണെന്ന് നോക്കിയിട്ട്
ഇതിൽ പല ടേമുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിൽ ഏതെങ്കിലും ഒരു ടേം ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഒബ്സോളസെൻസ് എന്താണ്, ഡിപ്ലീഷൻ എന്താണ്, അമോർട്ടൈസേഷൻ എന്താണ്. കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചത് ഒബ്സോളസെൻസാ, മേ ബി ഇപ്രാവശ്യം അപ്പോൾ ഡിപ്ലീഷനോ അമോർട്ടൈസേഷനോ എന്താണെന്ന് 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ പ്രതീക്ഷിക്കാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് തിയറിയിൽ ഫീച്ചേഴ്സ് ഓഫ് ഡിപ്രീസിയേഷൻ ഉണ്ട്, പിന്നെ കോസസ് ഓഫ് ഡിപ്രീസിയേഷൻ ഉണ്ട്, ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഡിപ്രീസിയേഷൻ. കഴിഞ്ഞ പ്രാവശ്യം ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഡിപ്രീസിയേഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം തിയറിക്ക് ഉണ്ടാവും. ഒന്നുകിൽ കോസസ് ഓഫ് ഡിപ്രീസിയേഷൻ, ഫാക്ടേഴ്സ് തന്നെ വീണ്ടും എടുത്ത് ചോദിക്കാം, അതല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് നീഡ് ഫോർ പ്രൊവൈഡിങ് ഡിപ്രീസിയേഷൻ. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ എന്തൊക്കെയാ, ഫീച്ചേഴ്സ് ഓഫ് ഡിപ്രീസിയേഷൻ, തിയറി, ഇതൊക്കെ 5 മാർക്കാണ്. 5 മാർക്കിലേക്ക് സ്കോപ്പ് ഉള്ളതാണ്. ഒന്നുകിൽ ഫീച്ചേഴ്സ്, പിന്നെ സ്കോപ്പ്, ഇമ്പോർട്ടൻസ്, ഫാക്ടേഴ്സ്. ഇതിലേതെങ്കിലും ഒരെണ്ണം നമ്മൾ 5 മാർക്കിൻ്റെ ചോദ്യത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. മാറി വരുന്നതാണ്. ഇപ്പോൾ കോസസോ ഇമ്പോർട്ടൻസോ ഇതിലേതെങ്കിലും ഒരെണ്ണമാണ് ഞാൻ ഇപ്രാവശ്യം കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നത്. ബാക്കിയും നോക്കി വയ്ക്കണം കേട്ടോ. സോ ദാറ്റ്സ് അബൌട്ട് നമ്മുടെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ യൂണിറ്റ്. പിന്നെ ഇതിൽ പ്രോബ്ലം ആണ്, കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് ഉണ്ട്, അതുപോലെ തന്നെ രണ്ടാമത് വരുന്നത് ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ്. ഇതിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് വെച്ചിട്ട് ഈ പറയുന്ന ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് എന്താണെന്നും റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് എന്താണെന്നും സെപ്പറേറ്റ് തിയറിക്കും ചോദിക്കാം. എന്താണ് ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ്, എന്താണ് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ്, അപ്പോൾ അത് നോക്കി വയ്ക്കുക കേട്ടോ. പിന്നെ പ്രോബ്ലം ആണ്, ഞാൻ പറഞ്ഞു ഈ പറയുന്ന ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡിലുള്ള ഒരു ക്വസ്റ്റ്യൻ, ഡിമിനിഷിങ്ങിലത്തെ ഒരു പ്രോബ്ലം, അതിൽ ഡിഫറൻസ് ബിറ്റ്വീൻ ബോത്ത് ദിസ് മെത്തേഡ്, അതും ഈ തിയറി നോക്കി വയ്ക്കുക. അഗെയിൻ 5 മാർക്സ് ചോദ്യമാണ്. ഡിഫറൻസ് ബിറ്റ്വീൻ ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് ആൻഡ് ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് നിർബന്ധമായും പഠിക്കുക. 5 മാർക്കിൻ്റെ തിയറിക്ക് വരാം. പിന്നെ ഇതിൽ പ്രോബ്ലം ആണുള്ള 5 മാർക്സിൻ്റെ ഒരു പ്രോബ്ലമോ അതല്ലെങ്കിൽ അതെടുത്തിട്ട് എസ്ഐക്ക് ഇടാം. കഴിഞ്ഞ പ്രാവശ്യം ചോദിക്കാത്തതുകൊണ്ട് തന്നെ ഇപ്പോൾ വേണമെങ്കിൽ ഇപ്രാവശ്യം എസ്ഐക്ക് ഇടാം. മെഷീനറിയുടെ അക്കൗണ്ട് വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രോബ്ലം. അപ്പോൾ നിങ്ങൾ എന്തായാലും എന്താണ് ഫിക്സഡ് ഇൻസ്റ്റാൾമെൻ്റ് എന്നും എന്താണ് റിട്ടേൺ ഓൺ വാല്യൂ മെത്തേഡ് എന്നുള്ളതിൻ്റെ തിയറി നോക്കുക, രണ്ടിൻ്റെയും ഡിഫറൻസ് നോക്കുക. ഈ പറയുന്ന പ്രോബ്ലം റിട്ടേൺ ഓൺ വാല്യൂ മെത്തേഡിലുള്ളത് എസ്ഐക്ക് 5 മാർക്കിനെ ചോദിക്കാം. ഫിക്സഡിൻ്റെ വളരെ എളുപ്പമാണ്, അത് നോക്കി വയ്ക്കാം. അപ്പോൾ ദാറ്റ്സ് അബൌട്ട് ഈ ഒരു ബ്ലോക്കിൻ്റെ ഡീറ്റെയിൽസ് പറയാനുള്ളത്. അപ്പോൾ തിയറി എന്തായാലും പഠിച്ചു വയ്ക്കണം കേട്ടോ. ഞാൻ പറഞ്ഞു നമ്പർ 1 ഡിപ്രീസിയേഷൻ, ഒബ്സോളസെൻസ്, അതുപോലെ തന്നെ ഡിപ്ലീഷൻ, ഇതൊക്കെ നോക്കി വയ്ക്കുക. അതുപോലെ തന്നെ പ്രോബ്ലം, 2 മെത്തേഡും ഇതിൻ്റെ ഡിഫറൻസ് ബിറ്റ്വീൻ ബോത്ത് ദീസ് തിയറി. അപ്പോൾ അതാണ് ബ്ലോക്ക് നമ്പർ 2. മൂവിങ് ടു ബ്ലോക്ക് നമ്പർ 3, ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ടൈമില്ലാത്തവരെ അവസാനം പഠിച്ചാൽ മതി ഇത്, കാരണം ഇത് പഠിച്ചില്ലെങ്കിൽ നമുക്ക് അപ്പുറത്തെ ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇൻട്രൊഡക്ഷൻ ടു ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ഇതിൽ വരാറുള്ള ചോദ്യങ്ങൾ. അപ്പോൾ ബിൽ എന്താണ്, ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്താണ്, 1 മാർക്കിൻ്റെ ചോദ്യം, അത് നോക്കി വയ്ക്കുക. ദെൻ നെക്സ്റ്റ് ചോദ്യങ്ങളുണ്ടാവും 1 മാർക്കിൻ്റെ ഒക്കെ. പിന്നെ നെക്സ്റ്റ് അഡ്വാൻറ്റേജസ് ജസ്റ്റ് നോക്കാം എന്ന് മാത്രം. പിന്നെ നെക്സ്റ്റ് ഇതിൽ നിന്ന് ബേസിക് തിയറിയാണ്, അതിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കി വയ്ക്കുക. ഇനി നെക്സ്റ്റ് ഇതിൽ നിന്ന് കണ്ടുവരാറുള്ള ചോദ്യങ്ങളുടെ ഡീറ്റെയിൽസിലോട്ട് പോകുമ്പോൾ ആക്സെപ്റ്റൻസ് ഓഫ് എ ബിൽ, 1 മാർക്കിൻ്റെ ചോദ്യം, എന്താണ് ആക്സെപ്റ്റൻസ്. പിന്നെ ഇതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻ്റ് ആണ് പ്രോബ്ലം, ഞാൻ അങ്ങനെ പ്രതീക്ഷിക്കുന്നൊന്നുമില്ല. ദെൻ ഇതിൽ ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽ, എന്താണ് ബിൽ ഡിസ്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള തിയറി ചോദിക്കാം. എൻഡോഴ്സ്മെൻ്റ് എന്താണ്, എൻഡോഴ്സർ ആരാണ്, എൻഡോഴ്സ്മെൻറ്റ് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻഡോഴ്സ്മെൻറ്റ്. അപ്പോൾ ഇതൊക്കെ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന തിയറി ചോദ്യങ്ങളാണ്. ബിൽ സെൻഡ് ഫോർ കളക്ഷൻ എന്താണ്, തിയറി. ഡിസോണർ ഓഫ് ബിൽ, 2 മാർക്കിൻ്റെ ചോദ്യം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിട്ടയർമെൻറ്റ് ഓഫ് എ ബിൽ, 2 മാർക്കിൻ്റെ തിയറി ചോദ്യം, ഇതൊക്കെ തിയറിക്ക് ചോദിക്കും. നോട്ടിങ് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചതാ, നോട്ടിങ് എന്താണ്, പ്രൊട്ടസ്റ്റിംഗ് എന്താണ്, നോക്കി വെച്ചോളൂ. ഇതൊക്കെ 2 മാർക്ക്, ഞാൻ ഈ പറഞ്ഞ ചോദ്യങ്ങളൊക്കെ 2 മാർക്ക് 1 മാർക്കിൻ്റെ ചോദ്യത്തിൽ പ്രതീക്ഷിക്കാം. അതൊക്കെ നോക്കി വയ്ക്കുക. നോട്ടിങ് ചാർജസ് എന്താണ്, പ്രൊട്ടസ്റ്റിംഗ് എന്താണ്, റിട്ടയർമെൻറ്റ് ഓഫ് ബിൽ, ഡിസോണർ ഓഫ് ബിൽ, ബിൽസ് ഡിസ്കൗണ്ടഡ് എന്താണ്, അതൊക്കെ തിയറിക്ക് ചോദിക്കുക കേട്ടോ. ആക്സെപ്റ്റൻസ് ഓഫ് ബിൽ. അപ്പോൾ ദാറ്റ്സ് അബൌട്ട് നമുക്ക് ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇത് നിങ്ങൾ അവസാനം നോക്കിയാലും മതി, ഈ തിയറികളൊക്കെ ജസ്റ്റ് നോക്കി പോവാം. പ്രോബ്ലം നമ്മൾ അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ അവസാനം നോക്കിയാൽ മതി. Moving to the most important block number 4, final accounts of sole proprietor, essay, then 1 മാർക്ക് ചോദ്യങ്ങൾ, 2 മാർക്സ്, ഇതൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബ്ലോക്കാണ് ബ്ലോക്ക് നമ്പർ 4. ഇപ്പോൾ ഫൈനൽ അക്കൗണ്ടിങ് ആണ്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ
മെയിൻ ഏരിയ ഫൈനൽ അക്കൗണ്ടിങ് അല്ലേ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പറേഷൻസ് ഒക്കെ ഇതിൽ കാണാൻ പറ്റും. സോ ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ടീമുകൾ കാണാം, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, റവന്യൂ എക്സ്പെൻഡിച്ചർ, ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ, ഇതൊക്കെ വീണ്ടും വരുന്നുണ്ട്. ടീമുകളൊക്കെ നോക്കിക്കോട്ടോ, 1 മാർക്ക് ചോദ്യം. ദെൻ കോമ്പോണൻസ് ഓഫ് ഫൈനൽ അക്കൗണ്ട്സ്, കഴിഞ്ഞ പ്രാവശ്യം തിയറി ആയിട്ട് SAക്ക് ചോദിച്ചൊരു ചോദ്യമാണ്. കോമ്പോണൻസ് ഓഫ് ഫൈനൽ അക്കൗണ്ട്സ് വീണ്ടും ചോദിക്കുമെന്ന് അറിയില്ല, കഴിഞ്ഞ പ്രാവശ്യം SAക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്നുവെച്ചാൽ എന്താ, ട്രേഡിംഗ് അക്കൗണ്ട്, P&L അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ഇതിൻ്റെ എക്സ്പ്ലനേഷൻസ് ആണ് കൊടുക്കേണ്ടത്. കഴിഞ്ഞ പ്രാവശ്യം തിയറി ആയിട്ട് ചോദിച്ചു കേട്ടോ. അതുമാത്രമല്ല ഇതിൻ്റെ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പറേഷൻ അത് കമ്പൽസറി ആണ്. ഒരു പ്രോബ്ലം പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട്സ് വിത്ത് അഡ്ജസ്റ്റ്മെൻറ്റ്, ട്രയൽ ബാലൻസ് തരും. ദെൻ ട്രയൽ ബാലൻസ് വെച്ചിട്ട് നമ്മൾ ട്രേഡിംഗ് P&L അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് വരയ്ക്കുന്ന ഒരു പ്രോബ്ലം നിർബന്ധമായും പഠിക്കണം. പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റിൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട്. നമുക്കിതിൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒരുപാടുണ്ടല്ലോ, ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സ്, ഓരോന്നിൻ്റെയും ബാഡ് ഡെറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്. കഴിഞ്ഞ പ്രാവശ്യം പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്സ് എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബാഡ് ഡെറ്റ് എന്താണ്, ബാഡ് ഡെറ്റ്സ് റിക്കവേർഡ്. അഡ്ജസ്റ്റ്മെൻറ്റ്സിൽ ഏതെങ്കിലും ഒരെണ്ണം, അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് കണ്ടോ, ഈ ബാഡ് ഡെറ്റ് ഉണ്ട്, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്. അപ്പോൾ ഏതെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് 5 മാർക്കോ 2 മാർക്കിൻ്റെലോ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ്, പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ്സിൻ്റെ ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ്, ഡിപ്രീസിയേഷൻ്റെ ട്രീറ്റ്മെൻറ്റോ. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചോദിക്കാറുണ്ട്. പിന്നെ SAക്ക് കമ്പൽസറി ചോദ്യമാണിത്. ട്രേഡിംഗ് ഈ പറയുന്ന ട്രയൽ ബാലൻസ് തരുന്നു, നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ്സ് തന്നിട്ട് ട്രേഡിംഗ് P&L ബാലൻസ് ഷീറ്റ് വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ചോദ്യം. ഇതാണ് SA. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം SA എന്ന് പറയുന്നത് 2 ചോദ്യങ്ങൾ ഈ ബ്ലോക്കിൽ തന്നെ വന്നു. ഒരു പ്രോബ്ലം ഈ പറയുന്ന ട്രേഡിംഗ് P&L അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് വരയ്ക്കാൻ വേണ്ടിയിട്ടും, പിന്നെ കോമ്പോണൻസ് ഓഫ് ഫൈനൽ അക്കൗണ്ട്സ്, രണ്ടും ഇതിൽ നിന്നും. പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റിൽ ഒരെണ്ണം നമുക്ക് 2 മാർക്കോ 5 മാർക്കോ ആയിട്ട് പ്രതീക്ഷിക്കാം. സോ ദാറ്റ്സ് അബൌട്ട് ബ്ലോക്ക് നമ്പർ 4. ഓക്കെ, ചങ്ക് മൊഡ്യൂൾസ് ആണ് ബ്ലോക്ക് നമ്പർ 1 ഉം 4. മൂവിങ് ടു ബ്ലോക്ക് നമ്പർ 5. നെക്സ്റ്റ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരു ബ്ലോക്കാണ് ബ്ലോക്ക് നമ്പർ 5, ബേസിക്സ് ഓഫ് പാർട്ണർഷിപ്പ് അക്കൗണ്ട്സ്. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ പാർട്ണർഷിപ്പ് എന്താണ് നിർബന്ധമായും പഠിക്കുക. 2 മാർക്കിൻ്റെ തിയറി. ഫീച്ചേഴ്സ് ഓഫ് പാർട്ണർഷിപ്പ് തിയറിക്ക് വീണ്ടും വീണ്ടും ചോദിക്കാറുള്ളതാണ്, കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിരുന്നത്. ഫീച്ചേഴ്സ് ഓഫ് പാർട്ണർഷിപ്പ്, അതുപോലെ തന്നെ പാർട്ണർഷിപ്പ് ഡീഡ് തിയറിക്ക് എന്തായാലും ചോദിക്കും, വീണ്ടും ചോദിക്കും. പാർട്ണർഷിപ്പ് ഡീഡ് എന്താണ്. പിന്നെ നെക്സ്റ്റ് ഇതിൽ ഈ ഒരു ചോദ്യം, കണ്ടൻസ് ഓഫ് പാർട്ണർഷിപ്പ് ഡീഡ്, 5 മാർക്കോ ഇനി വേണമെങ്കിൽ SAക്കോ 2 രീതിയിലും ചോദിക്കാം. കണ്ടൻസ് ഓഫ് പാർട്ണർഷിപ്പ് ഡീഡ്, അതുപോലെ തന്നെ റൂൾസ് ആപ്ലിക്കബിൾ ഇൻ ദ ആബ്സെൻസ് ഓഫ് പാർട്ണർഷിപ്പ് ഡീഡ്, 2 or 5 മാർക്സ് നിർബന്ധമായും പഠിക്കണം. അപ്പോൾ ഈ ഫസ്റ്റ് യൂണിറ്റിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന തിയറി, പാർട്ണർഷിപ്പ് എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ്, ദെൻ പാർട്ണർഷിപ്പ് ഡീഡ് എന്താണ്, അതിൻ്റെ കണ്ടൻസ്, റൂൾസ് ആപ്ലിക്കബിൾ ഇൻ ദ ആബ്സെൻസ് ഓഫ് പാർട്ണർഷിപ്പ് ഡീഡ്, ഇതൊക്കെ നോക്കി വയ്ക്കണം. തിയറിക്ക് മാറി മാറി വരുന്നതാണ്, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. നെക്സ്റ്റ് ഇതിൻ്റെ പ്രിപ്പറേഷനിലോട്ടാണ് പോകേണ്ടത്. ഇതിൽ പലതരത്തിലുള്ള പാർട്ട്നേഴ്സിൽ ഏതെങ്കിലും ഒരു പാർട്ട്ണറെ പറ്റി ചോദിക്കാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം സ്ലീപ്പിംഗ് പാർട്ണർ ആരാണെന്നാണ് ചോദിച്ചത്, 1 മാർക്കിൻ്റെ ചോദ്യം. ഇപ്രാവശ്യം ചിലപ്പോൾ ആക്റ്റീവോ നോമിനലോ പ്രോഫിറ്റ് ഇൻ പാർട്ട്ണർ ഇൻ പ്രോഫിറ്റ് ഓൺലി, ഇങ്ങനെ ടൈപ്സ് ഓഫ് പാർട്ട്നേഴ്സിൽ ഏതെങ്കിലും ഒരു പാർട്ട്ണറെ പറ്റിയിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ, തിയറി. ദെൻ നെക്സ്റ്റ് നമുക്ക് പാർട്ട്ണർ ബൈ സ്റ്റോപ്പിലുണ്ട്, ലിമിറ്റഡ്, സബ് പാർട്ട്ണർ, ഇതൊക്കെ തിയറിക്ക് നോക്കാം. നെക്സ്റ്റ് 2 മെത്തേഡുകളാണ്, ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡും ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡും. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഫ്ലക്ച്വേറ്റിംഗ് എന്താണെന്ന് ചോദിച്ചിട്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് തിയറി ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഫ്ലക്ച്വേറ്റിംഗ് എന്താണെന്നോ ഫിക്സഡ് എന്താണെന്നോ നിർബന്ധമായും തിയറി നോക്കി വയ്ക്കുക. പിന്നെ അതിൻ്റെ പ്രോബ്ലംസിൻ്റെ ഡീറ്റെയിൽസ് ആണ് വരുന്നത്, ഫിക്സഡ് ഉണ്ട്, ഫ്ലക്ച്വേറ്റിംഗ് ഉണ്ട്, നോക്കി വയ്ക്കാം. ദെൻ ഇനി ഇതിൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിൻ്റെ പ്രിപ്പറേഷൻ, 5 മാർക്സിൻ്റെ ചോദ്യം, എങ്ങനെയാണ് ട്രീറ്റ്മെൻറ്റ് തരാന്നുള്ളത്. അപ്പോൾ 5 മാർക്സിൻ്റെ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഉണ്ട്. അപ്പോൾ അതെന്തെങ്കിലും നോക്കാം കേട്ടോ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിൻ്റെ പ്രിപ്പറേഷനും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അതുപോലെ തന്നെ നെക്സ്റ്റ് P&L അപ്രോപ്രിയേഷൻ എന്താണ്, അക്കൗണ്ട് എന്താണ്, തിയറി ഉണ്ട്, പ്രോബ്ലം ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം തിയറി ചോദിച്ചിട്ടുണ്ടായിരുന്നു P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ടിനെ പറ്റിയിട്ട്. അപ്പോൾ ഈ ബേസിക്സിൽ നമുക്ക് എന്തൊക്കെ പ്രതീക്ഷിക്കാം, പാർട്ട്നേഴ്സിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പാർട്ട്നേഴ്സിൽ ഏതെങ്കിലും ഒരെണ്ണം, മെത്തേഡിൽ ഫ്ലക്ച്വേറ്റിങ്ങോ ഫിക്സഡോ, പിന്നെ P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്താണ് അതിൻ്റെ പ്രിപ്പറേഷൻ നോക്കി വയ്ക്കുക. അപ്പോൾ ഇതൊക്കെ ബേസ് ആണെങ്കിലും മാറി മാറി വരുന്നതാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് പാർട്ട്ണർഷിപ്പ് ആണ്. അത് നമ്മൾ SAക്ക് ഇതിൻ്റെ ഫൈനൽ അക്കൗണ്ട്സ് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല, അത് നിങ്ങൾ നോക്കിയിരുന്ന നേരങ്ങളാണെന്നില്ല.
ഇനി റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇതിൽ നിന്നൊന്നും ചോദിച്ചില്ല കേട്ടോ. എസ് എ ആ കൂടി ചോദിച്ചത് തിയറിയാണ്, ഗുഡ് വില്ലിൻ്റെ ട്രീറ്റ്മെൻ്റ് ആണ്. അപ്പോൾ അതെന്തെങ്കിലും നമ്മൾ വീണ്ടും പ്രതീക്ഷിക്കുന്നുണ്ട്. അതല്ലാണ്ട് നമ്മൾ പ്ലസ് ടുവിനൊക്കെ പഠിക്കുമ്പോൾ കമ്പൽസറി ആയിട്ട് അഡ്മിഷനിൽ നിന്ന് എസ് എ ചോദിക്കുന്ന ടൈപ്പ് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിലോട്ട് പോകുമ്പോൾ നമുക്ക് ആദ്യം റേഷ്യോ ഉണ്ട്, സാക്രിഫൈസിങ് റേഷ്യോ, ന്യൂ റേഷ്യോ അല്ലേ. ഇതിലേതെങ്കിലും ഒരെണ്ണം തിയറി ആയിട്ടോ പ്രോബ്ലം ആയിട്ടോ പ്രതീക്ഷിക്കുക. ന്യൂ റേഷ്യോ എന്താണ്, അല്ലെങ്കിൽ സാക്രിഫൈസിങ് റേഷ്യോ, ഗെയിനിങ് റേഷ്യോ, ഇതിൻ്റെയൊക്കെ തിയറി ചോദിക്കാം. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു പ്രോബ്ലം വേണമെങ്കിൽ ചോദിക്കാം. തിയറിയാണ് കണ്ടുവരുന്നത്. ഓക്കെ, അപ്പോൾ നിർബന്ധമായും പഠിക്കുക എന്താണ് സാക്രിഫൈസിങ് റേഷ്യോ, എന്താണ് ഗെയിനിങ് റേഷ്യോ, ന്യൂ റേഷ്യോ, പിന്നെ അതിൻ്റെ കാൽക്കുലേഷൻ കേട്ടോ. പിന്നെ നമുക്ക് നേരെ നോക്കിയാൽ കാണാൻ സാധിക്കുന്ന അഡ്മിഷനാണ്. കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചില്ല. അപ്പോൾ അഡ്മിഷൻ ഓഫ് പാർട്ണർഷിപ്പ് അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനി ഇതിൽ ഗുഡ് വില്ലിൻ്റെ ട്രീറ്റ്മെൻ്റ് ആണ്. ഗുഡ് വില്ലിൻ്റെ ട്രീറ്റ്മെൻറ്റ് നിർബന്ധമായും പഠിക്കണം. കഴിഞ്ഞ പ്രാവശ്യം എസ് സിക്ക് ഇതാ ചോദിച്ചത്, വീണ്ടും ചോദിക്കുമെന്ന് അറിയില്ല. ഇപ്പോൾ എന്താണ് ഗുഡ് വില്ല്, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഗുഡ് വില്ല്, ഈ തിയറി നോക്കണം, നിർബന്ധമായും പഠിക്കുക. വീണ്ടും ചോദിച്ചാലോ. അതുപോലെ തന്നെ മെത്തേഡ്സ് ഓഫ് വാല്യുവേഷൻ ഓഫ് ഗുഡ് വില്ല് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് വെച്ചിട്ട് ചിലപ്പോൾ 5 മാർക്കിൻ്റെ പ്രോബ്ലം ചോദിക്കാം. സിമ്പിൾ പ്രോഫിറ്റ് ഉണ്ട്, വെയ്റ്റഡ് ഉണ്ട്, സൂപ്പർ പ്രോഫിറ്റ്, ക്യാപിറ്റലൈസേഷൻ ഉണ്ട്. അപ്പോൾ ഗുഡ് വില്ല് എന്തായാലും നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യുക. ഈ പറയുന്ന മെത്തേഡിൽ ഏതെങ്കിലും ഒരെണ്ണം തിയറി ആയിട്ട് ചോദിക്കാം, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഗുഡ് വില്ല് ചോദിക്കാം. മെത്തേഡ്സ് നിർബന്ധമായും പഠിക്കുക, തിയറി ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഗുഡ് വില്ല് നോക്കാം കേട്ടോ. ദാറ്റ്സ് അബൌട്ട് ആ ഒരു ടോപ്പിക്ക്. ഇനി നെക്സ്റ്റ് അഡ്മിഷൻ ശേഷം റിട്ടയർമെൻ്റ് ആണ്. അതിൽ ഗെയിനിങ് റേഷ്യോ എന്താണെന്ന് നോക്കണം. ഇതല്ലാണ്ട് ബാക്കി കാര്യങ്ങളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഒന്നും. ഡെത്ത് ഇതിൻ്റെ പ്രോബ്ലം ആണുള്ളത്. നിങ്ങളുടെ ടൈമിൻ്റെ ബേസിൽ അത് നോക്കി വയ്ക്കുക. ചോദിക്കാനുള്ള സാധ്യത ചിലപ്പോഴാണ് കാണുന്നത്. കൂടുതൽ ആ ബേസും കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഒരു തിയറി ചോദ്യം ഉണ്ടാവാം. ഡെത്തിൽ നിന്നൊക്കെ തിയറി ചോദിക്കുമെന്ന് അറിയില്ല. എന്തായാലും ഈ പറയുന്ന ഗുഡ് വില്ലിൻ്റെ ട്രീറ്റ്മെൻറ്റ് നോക്കുക, അതിൻ്റെ മെത്തേഡ്സ് കാര്യങ്ങളൊക്കെ നോക്കുക, അഡ്മിഷൻ നോക്കി വയ്ക്കുക കേട്ടോ. സോ ദാറ്റ്സ് അബൌട്ട് നമുക്ക് പാർട്ണർഷിപ്പിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ. എന്താണെങ്കിലും നമുക്ക് ഓപ്ഷൻസ് 4 എസ് എ ചോദ്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഫൈനൽ അക്കൗണ്ടിൽ നിന്നൊരു പ്രോബ്ലം പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ ഫസ്റ്റ് ചാപ്റ്ററിലത്തെ പ്രോബ്ലം ഒരെണ്ണം പ്രതീക്ഷിക്കാം. അതല്ലെങ്കിൽ ഇതിൽ നിന്നായിരിക്കാം. ഇപ്രാവശ്യം എങ്ങനെയാണ് അവരിടാന്നറിയില്ല. ഇനിയിപ്പോൾ ഡിപ്രീസിയേഷനിൽ നിന്നൊരു പ്രോബ്ലം ചോദിക്കുകയോ, അതല്ലെങ്കിൽ ഈ പറയുന്ന പാർട്ണർഷിപ്പിൽ നിന്നുള്ളൊരു പ്രോബ്ലമോ, അഡ്മിഷനോ, റിട്ടയർമെൻ്റ് ആയിട്ടോ അങ്ങനെ ചോദിക്കുക എന്നുള്ളത് അറിയില്ല. ഫൈനൽ അക്കൗണ്ട് എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ട്. 2 തിയറിയും 2 പ്രോബ്ലമാണ്. അപ്പോൾ തിയറി ഏതെങ്കിലും ഫസ്റ്റ് ബ്ലോക്കിൽ നിന്ന് ചോദിക്കാം, കമ്പൽസറി ആയിട്ട് ഫൈനൽ അക്കൗണ്ട് ചോദിക്കാം. അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് പറഞ്ഞ ഫസ്റ്റ് ബ്ലോക്ക് നമ്പർ 4 നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് എസ് എ കിട്ടും. പിന്നെ അതിൽ നിന്നൊക്കെ 2 മാർക്സ് 1 മാർക്സ് ഒക്കെ ചോദിക്കും. അപ്പോൾ ഫസ്റ്റ് ബ്ലോക്ക് പഠിക്കുക, ബ്ലോക്ക് നമ്പർ 4 പഠിക്കുക, അതിനുശേഷം ബ്ലോക്ക് നമ്പർ 5 പഠിക്കുക. ഈ 3 പഠിച്ചാൽ തന്നെ നല്ല മാർക്സായി. അതിനുശേഷം ബാക്കി ബ്ലോക്ക് നമ്പർ 6 അതുപോലെ തന്നെ ഡിപ്രീസിയേഷൻ, ലാസ്റ്റ് ബില്ല് നോക്കിയാൽ മതി. സോ ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മുടെ മൊത്തം കാര്യങ്ങളുടെ ഡീറ്റെയിൽസ്. ഇനി ഞാൻ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ വീഡിയോ സെപ്പറേറ്റ് ഇടും, ബാക്കി സബ്ജക്ട്സിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ഇടും. എക്സാമിൻ്റെ സമയത്ത് എക്സാം റിലേറ്റഡ് ലൈവ് ഉണ്ടായിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻറ്റയർ സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യും കേട്ടോ. ദെൻ നമ്മുടെ ക്ലാസ് ഉണ്ട്. ഇതിൻ്റെ ഞാൻ പറഞ്ഞു റെക്കോർഡ് ക്ലാസ്സസ് അവൈലബിൾ ആണ്. കുറച്ച് സമയം കൊണ്ട് തന്നെ മൊത്തം കവർ ചെയ്തുള്ള ക്ലാസ്സസ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് പഠിച്ച് അവസാനിപ്പിക്കാൻ പറ്റും. സോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ നമ്മുടെ ക്ലാസ്സിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി എന്ത് സംശയങ്ങളുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. അപ്പോൾ ഹൈ മാർക്സിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കുക. ദെൻ ഒന്നും പഠിച്ചു കഴിയാത്ത കുട്ടികൾ ലാസ്റ്റ് മുതലോട് ചെയ്യുന്നവർ എന്താ, ഇൻട്രൊഡക്ഷൻ ബ്ലോക്ക് നമ്പർ 1, ബ്ലോക്ക് നമ്പർ 4 അപ്പോൾ തന്നെ പാസ്സായി. ദെൻ ബ്ലോക്ക് നമ്പർ 5 60% അബവ് സ്കോർ, 70% അടുത്ത് കിട്ടി. പിന്നെ ഡിപ്രീസിയേഷൻ ആ ഓർഡറിൽ നിങ്ങൾക്ക് നോക്കി പോകാമെന്നുള്ളതാണ്. ഓക്കെ, സോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.